എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കോളിഫ്ലവർ കടല ചേർത്തൊരു കറി ഉണ്ടാക്കിയാലോ? ചപ്പാത്തിക്ക് കൂട്ടാം, പാലപ്പത്തിന് കൂട്ടാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അതിന് കൂട്ടാം, എല്ലാത്തിനും കൂട്ടാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോളിഫ്ലവർ വൃത്തിയായിട്ട് എടുക്കുക. അത് നമ്മൾ വെള്ളത്തിലൊരു അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് വൃത്തിയായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക, അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചത്. ഓയിലൊഴിക്കുക, കടുകിടുക, ജീരകം ഇടുക, കറിവേപ്പില ഇടുക. അതിനുശേഷം കടുക് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കുക. അത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മീറ്റ് മസാലയാണ് അത്, അല്ലെങ്കിൽ ഗരം മസാല അത്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക, അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേകട്ടെ. അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് മല്ലിയില ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കടലയുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. കടലയോടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കോളിഫ്ലവർ കടല കറിയാണ്.